അല്ല, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അവരോട് ചോദിച്ചോ? അതൊക്കെ മനസ്സമ്മതത്തിന് അച്ഛനങ്ങ് ചോദിച്ചാ മതി. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ? അവർക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരില്ലേ? അവർക്ക് സമ്മതമല്ലെങ്കിലോ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ. സ്വത്തല്ലല്ലോ പ്രശ്നം. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കോട്ട കെട്ടാൻ. സോമൻ എവിടെ? കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? അങ്ങനെ എല്ലാവരുടെ ഇല്ല. പിന്നെ അപ്പോ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സോഫിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എനിക്ക് എല്ലാവരും ഇഷ്ടാ. ടീച്ചർമാരെ, മാത്തുക്കുട്ടിയെ, കിക്കിലി ചേർത്തിയെ, പിന്നെ ഈ പുഴയെ, ഇവിടുത്തെ തണുത്ത കാറ്റിനെ. അതല്ല, ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഓ അതോ? പറയട്ടെ? പറയെന്റെ മോളെ. പറയ് എന്റെ മോളെ. എന്റെ ചാർലിയോടാ. ചാർലിയോ? അതാരാ? എന്റെ പൂച്ച. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പറ, ഞാൻ പിന്നെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അത് പിന്നെ സത്യം പറഞ്ഞ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോ മുതല് തുടങ്ങിയതാ മനസ്സിനകത്തൊരു. അയ്യടാ, ടീച്ചർമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. സോഫി വേണ്ട, എന്തിനാ ജാട? എനിക്കറിയാം. എന്ത്? സോഫി, ബി സീരിയസ്. ഞാൻ ഉദ്ദേശിച്ച്. മനസ്സിലായി. അതിന് ഇത്രയും വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അത് പിന്നെ എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു. ഓക്കെ, വളക്കാതെ ചോദിക്കാം. സോഫിക്ക് എന്നോട്. സോറി സോഫി, തമാശകളാ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വേറെ ആരെങ്കിലും? അതുകൊണ്ടല്ല, എനിക്ക് എന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണം. ലക്ഷ്യങ്ങളൊക്കെ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരെയെങ്കിലും ഇഷ്ടപ്പെടണോ, കുടുംബമായിട്ട് ജീവിക്കണോ, അതോ മൂക്കി പഞ്ഞിയും കയ്യിൽ കുരിശും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ തീരുമാനിക്കാൻ. അയ്യേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്ക. സോറി, ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ. ചേച്ചി വന്നിട്ടുണ്ട്, വേഗം വാ. ആട്ടെ, സോമന്റെയും സോഫിയുടെയും കാര്യത്തിൽ ട്രീസയുടെ അഭിപ്രായം എന്താ? അതിപ്പോ ഞാൻ എങ്ങനെയാ? പിടികൊടുക്കാതെ ഒളിച്ചു നടക്കുകയാണല്ലേ? സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചേച്ചി ഒന്നു വന്നേ. ഓടിക്കതച്ച് വന്നതല്ലേ, വിവരങ്ങൾ അറിയാൻ തിരക്കുണ്ടാവും. ചെല്ലേ. അച്ഛോ, അച്ഛനൊന്ന് അവളോട് പേഴ്സണലായി ചോദിക്കേ. ഞങ്ങളുടെ പ്രസൻസിൽ അവക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞ ഇത്രയും ദിവസം എല്ലാം മറന്നിരിക്കായിരുന്നു ഞാൻ. ചേച്ചിയെ തിന്നു കേട്ടപ്പോ നെഞ്ചിലെടുത്തി വീണ പോലെ തോന്നിയത്. സോമ, ഇനി ഒളിച്ചെന്നിട്ട് കാര്യമില്ലെന്നാ വക്കീല് പറഞ്ഞത്. കുറെ പേരൊക്കെ കോടതിയിൽ സറണ്ടർ ആയിട്ടുണ്ട്. ഇപ്പൊ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒന്നാം പ്രതി നീയാവും. സോളമ, എന്താടാ ചോദിച്ചു? നാടൻ കളി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പുറത്ത് അവന്മാര് കരുതിക്കൂട്ടി നിൽക്കണേ. രാഷ്ട്രീയത്തിനെതിരായിട്ട് നാടൻ കളിച്ച ക്യാമ്പസ് കുരുതിക്കളാക്കുന്ന പറയണേ. പിന്നെ ഒന്ന് പോമരടാ, പാടാ. സോളമ, ഞാൻ പറയണത്. മാറിക്കട. ഈ സഹപാഠികളെ, ഗുരുക്കന്മാരെ, ഞങ്ങളുടെ ഈ നാടകം ഒരിക്കലും രാഷ്ട്രീയത്തിനെതിരല്ല. പക്ഷെ സ്വന്തം മക്കളെ സംസ്ഥാനത്തിനകത്തും പുറത്തും സമരരഹിതമായ സുരക്ഷാ സങ്കേതങ്ങളിലാക്കി പഠിപ്പിക്കുകയും
അതേസമയം അപക്വമായ യുവത്വങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ കൈകളിലേക്ക് വടിവാളും ബോംബും കുറുവടിയും കൊടുത്ത് അവരെ കൊണ്ട് മുട്ടിന് കോഴിപ്പോര് നടത്തിച്ച് ചത്ത കോഴികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ കുരുതി രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ കലാരൂപം. ചതിക്കുഴിയിൽ വീണ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ആത്മസുഹൃത്തുക്കളുടെ കല്ലറകളിൽ നിന്ന് ഉൾക്കൊണ്ട തിരിച്ചറിവോടെ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ചുടുകണ്ണീരിനെ സാക്ഷിയാക്കി ഞങ്ങൾ ആരംഭിക്കുന്നു. എടാ സോളമ പോയടാ. നമ്മുടെ കിച്ചു അവൻ സൂസൈഡ് ചെയ്തു. എന്താ നീ പറയണേ? എന്താണ് കാര്യം? മലയാള ഭൂമിയുടെ സൺഡേ സപ്ലിമെന്റാ, അതിലൊരു സ്റ്റില്ലും ബാക്കിയുണ്ട്. ഇത് പുതുവത്സര പിറവിക്കെന്നും പറഞ്ഞെടുത്ത് സ്റ്റില്ലല്ലേ? അതെ, ഇത് കണ്ട് കിച്ചുവിന്റെ വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ആയി. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും എടുത്തിട്ട് കുടഞ്ഞെന്നാ കേട്ടത്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. സാബ് സൂക്ഷിച്ച് സംസാരിക്കണം. താൻ ഈ പത്രാഫീസിലെ വെറും ഒരു ഫോട്ടോഗ്രാഫർ മാത്ര. താൻ ഫോട്ടോ മാത്രം എടുത്താൽ മതി. അത് എവിടെ എങ്ങനെ ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇയാൾ എന്നെ പഠിപ്പിക്കില്ലേ? അറിവില്ലെങ്കിലേ പഠിക്കണം, ഇല്ലെങ്കിലേ പഠിപ്പിക്കാൻ ആളുണ്ടാവും. എഡിറ്റർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് പോക്കറ്റ് കാണിച്ചാലോ. എടോ, വയനാട്ടിലെ കവറേജ് പൂർത്തിയാക്കാതെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തന്നോട് ആരോടോ പറഞ്ഞേ? വരാതെ പിന്നെ പത്രം ഇന്നലെ കണ്ടപ്പോ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? ഞാൻ എടുത്താണ് ഈ സ്റ്റില്ല്, അതും ക്യാമ്പസിലെ പുതുവർഷ പിറവിക്കുള്ള ലേഖനത്തിനെ കുറിച്ച്. എന്നിട്ട് ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിച്ചാലുണ്ടല്ലോ, ഉത്തരം പറയേണ്ടത് ഞാനും കൂടിയാ. നാളെ ഒരു കവറേജ് എന്ന് പറഞ്ഞ് ക്യാമ്പസിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എനിക്ക്? ഇവനാണ് നമ്മുടെ ഫോട്ടോ എടുത്തത്. നിന്റെ ഒരു ഫോട്ടോ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പത്രം കണ്ട ഞാൻ വയനാട്ടിൽ നിന്ന് പാഞ്ഞു വന്നതാ. ആ ഫോട്ടോ തെറ്റായി കൊടുത്തതാ. സാബു മിണ്ടരുത്. താൻ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണക്കാരൻ. വേഷം കെട്ട് കാണിക്കരുത്. ഇതൊരു പത്രാഫീസാ. അല്ലാതെ കശാപ്പ് കടയാ. നിരപരാധികളെ കൊല്ലാൻ കത്തിയും വെച്ചിരിക്കുന്ന പാട്ടി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല. എന്തും നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ചേച്ചിക്കും അളിയനും എന്നെ അങ്ങോട്ടെങ്കിലും നാട് കടത്തിയേ പറ്റൂ. ഇവൻ ഇപ്പോഴും കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയില്ല. ഞങ്ങളെ പറ്റി അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം സോളമൻ നിരപരാധിയാണ്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. പക്ഷെ പത്രക്കാർ കൊടുത്തിരിക്കുന്ന കേസ് ഡ്രഗ് അഡിസ്റ്റ് ആയി ഒരു കൂട്ടം സ്റ്റുഡൻസ് അവരുടെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നത് കണ്ട് വയലന്റ് ആയി പത്രം ഓഫീസ് കയ്യേറി ആ ഫോട്ടോഗ്രാഫറെ തീ വെച്ച് കൊന്നുന്നാണ്. വിവരം അറിഞ്ഞ ഉടനെ ഇച്ചായന പറഞ്ഞത് സോമനെ ഉടനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന്. ഏതായാലും അന്നയോടും ആലീസിനോടും ഇതൊന്നും പറയാണ്ടിരുന്നത് നന്നായി. പക്ഷേ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടാ ഇവനെ ഇവിടുന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോവാ? ഇവനും സോഫിയും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ട് നേർച്ചയും കാഴ്ചയായിട്ട് നോക്കിയിരിക്കുക ആ പാവങ്ങള്. അവരോടിപ്പോ ഞാൻ എന്നതയച്ചോ? കുറെ നേരം ആയല്ലോ. എന്നതാ അവളുടെ അഭിപ്രായം? അതിപ്പോ ഈ സോളമനെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനാ ട്രീസ വന്നത്. തിരിച്ചു വിളിച്ചോണ്ട് പോവാനോ? എന്നത്തിന് എത്ര പെട്ടെന്ന്? ട്രീസ മോളെ, എന്നതാ ഞാനീ കേൾക്കുന്നേ? നിങ്ങളെ വിഷമിക്കരുത്. അവൻ ഇവിടുന്ന് പോയാ പിന്നെ എന്നത്തിനാ പോന്നേ? ഹയർ സ്റ്റഡീസിന് അമേരിക്കയിൽ പോകണമെന്നുള്ളത് സോമന്റെ ഒരു അംബിഷൻ ആയിരുന്നു. പേപ്പറുകളൊക്കെ ശരിയായി പുറപ്പെടാനിരിക്കുമ്പോഴാ എമിഗ്രേഷന്റെ കാര്യത്തില് ഒരു പ്രോബ്ലം വന്നത്. അതുകൊണ്ട് യാത്ര മുടങ്ങി. ഇവനാകെ ഡെസ്പായപ്പോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഹയർ സ്റ്റഡീസിന് പോയിട്ട് ഇപ്പം എന്നതാ ഇത്ര?
രണ്ട് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടെ ഇല്ലയോ? പിന്നെ എന്നാത്തിനാ? അവന് ഞങ്ങള് ഒരിടത്തും വിടത്തില്ല. ഞാനും അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവന് പോണം തന്നെയാ. അച്ഛൻ എന്നായി പറയുന്നേ? അല്ല, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കുട്ടിക്കാലം മുതലേ അവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാ. ഇപ്പോ ഈ പേപ്പറൊക്കെ ശരിയായ സ്ഥിതിക്ക് അല്ല, അവൻ പോയാൽ തന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ആലിസേ, അവൻ പോട്ടെ, നമ്മളായിട്ട് തടയരുത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മേ, അമ്മേ. പേടിക്കാനൊന്നുമില്ല, പ്രഷർ കൂടിയതാ. എംഡോപ്പ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ മാത്രം എന്താ പ്രോബ്ലം ഉണ്ടായത്? ഇവനെ വലിയ കാര്യമായിരുന്നല്ലോ. പെട്ടെന്ന് അവന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അവൻ പോണു കേട്ടപ്പോ തന്നെ ഓഹോ. സി മിസ്റ്റർ സോളമന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഐ മീൻ, ടീച്ചർ ഒന്ന് നോർമൽ ആകുന്നവരെങ്കിലും. ഏജിലായ ആൾക്കാരാണേ, ആവശ്യത്തിലേറെ രോഗങ്ങളും. ഇനി ഒരു ഷോക്ക് ഉണ്ടായാൽ അതിൻ്റെ റിസ്ക് എന്തായിരിക്കും എന്നറിയാമല്ലോ. കാര്യങ്ങളൊന്ന് റിയലൈസ് ചെയ്യുന്നവരെങ്കിലും സോളമന് ഇറ്റ്സ് ബെറ്റർ ദാൻ മെഡിസിൻ. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാവും. ശരി. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? ട്രീസ് ഒരു കാര്യം ചെയ്യേ, ആ വക്കീലിനെ കണ്ടൊന്ന് സംസാരിക്കേ. ആ പത്രക്കാര് വെറുതെ കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നാ ആ വക്കീല് പറഞ്ഞത്. സറണ്ടർ ആയില്ലെങ്കിൽ എന്തായാലും ഞാൻ സറണ്ടർ ആവാൻ പോവല്ലേ. ചേച്ചി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മമാരെങ്ങനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എടാ നീ ട്രീസ, എന്തായാലും അധികം ദിവസത്തേക്കൊന്നും വേണ്ടല്ലോ. ട്രീസ ഇപ്പൊ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലേ അതിന്റെ ശരി. അമ്മച്ചി, ആ മറ്റോ പോയാ? ആ എന്ത്? ആദ്യം ഈ കുന്താണ്ടൊക്കെ മാറ്റി ചില താലിബാനിച്ചുകളെ പോലെ. മറ്റോ പോയാ? അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവൻ ഇവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. ദേ, വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ, മാനേജർ പറഞ്ഞു കിടക്കാൻ കൊള്ളാം. എടാ, അവരുടെ മുമ്പിലെ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരുടെ അടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമരപ്പൂ പോലെ ഇങ്ങനെ കുളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല. അമ്മച്ചി, അമ്മച്ചി എങ്ങനെയെങ്കിലും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. എടാ, നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ. ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ, നീ വേഗം ചെല്ല്. അന്ന കൊച്ചമ്മ സുഖല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ, എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കടക്കരുതെന്ന്? അറിയാം. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വായിക്കാനാണ് ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ, അങ്ങനെ മര്യാദ കാണിക്കും. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? ദേ, നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെയും ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട വച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തക്കുട്ടി ഇത്ര കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചേരാ. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റാ? ആ, ഈ 500 ഏക്കർ തോട്ടം, ഈ ബംഗ്ലാവ്, പുറത്തു കിടക്കണ പെൻസിലാറും ആ സൈക്കിളും. അതെ. കള്ളത്തരൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്നാ നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാമാസം തരും. എന്നതാ എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് വന്നൊരുത്തരെല്ലാം എഴുതി കൊടുത്തില്ലേ എനിക്ക് മാസം 250 ശമ്പളം. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? പോടോ.